2025 അവസാനത്തോടെ ആരംഭിച്ച് ഈ വർഷം തുടക്കം മുതൽ ഇറാനിന്റെ ആധുനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളുടെ അലയൊലികളാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1970-കൾക്ക് ശേഷം ഇറാനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഈ 2025 അവസാനം തുടങ്ങി 2026 ആരംഭത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ജനങ്ങൾ മുഴുവനും തെരുവിലേക്ക് ഇറങ്ങി. ആശയവിനിമയ സംവിധാനങ്ങൾ നിരോധിച്ചു. വ്യോമഗതാഗതം നിലച്ചു. രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ ഇറാനിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. വാർത്തകളിൽ ഇറാനിലെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിൽ പക്ഷപാതപരമായ നിലപാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇറാനിൽ സംഭവിക്കുന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇവിടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഇറാനിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവുകളിൽ നിറയുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സോ മറ്റെന്തെങ്കിലും വിദേശ രാജ്യങ്ങളോ നടത്തിയ ഇടപെടൽ ആണോ ഇതിനു പിന്നിൽ? ഇറാനിന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിക്ക് ഇതിലുള്ള റോൾ എന്താണ്? വ്യോമപാത അടയ്ക്കുകയും വ്യോമഗതാഗതം നിലയ്ക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? ഇതിനിടയിൽ ഇന്ത്യൻ പൗരന്മാരുടെ രക്ഷാപ്രവർത്തനം നടന്നത് എങ്ങനെ? തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം നൽകുന്നത്. ഇന്ന് ഇറാനിൽ കാണുന്ന അസ്വസ്ഥതകളുടെ ആരംഭം കഴിഞ്ഞ ഡിസംബറിൽ ഇറാനിൽ അനുഭവപ്പെട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഉണ്ടായത്. ഇറാനിലെ കറൻസിയായ റിയാലിന്റെ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞുപോയി. റെക്കോർഡ് ഇടിവ് നേരിട്ടതോടെ പണപ്പെരുപ്പം ഉണ്ടാവുകയും ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് ആവശ്യ സാധനങ്ങളുടെയും വില കുത്തനെ വർദ്ധിച്ചു. എണ്ണ വിപണനത്തിലൂടെ ഉള്ള നേട്ടത്തിൽ സർക്കാർ ജനങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകി വന്നിരുന്നു. ഇതിനിടെ വന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം ക്ഷേമ പദ്ധതികളും സബ്സിഡികളും ഇല്ലാതാവുകയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ ഇറാനിൽ ശുദ്ധജല ദൗർലഭ്യവും വൈദ്യുതി പ്രതിസന്ധിയും വലിയ തോതിൽ നേരിടുന്നുണ്ട്. ഇതുകൂടാതെ കാലാവസ്ഥാ വ്യതിയാനവും ജനങ്ങളെ അസ്വസ്ഥരാക്കി. പൊതുജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണ വസ്തുക്കളുടെ വിലക്കയറ്റവും ശുദ്ധജലത്തിന്റെ ദൗർലഭ്യവും പണപ്പെരുപ്പവും മൂലമുള്ള സാമ്പത്തിക പരാധീനതകൾ പ്രതിഷേധങ്ങൾക്ക് തീകൊളുത്തി. എന്നാൽ അത് പിന്നെ സർക്കാരിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ നടത്തിപ്പിലുള്ള പിടിപ്പുകേടിനെയും അഴിമതിയെയും രാഷ്ട്രീയ അടിച്ചമർത്തലിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തു. ഇറാനിൽ പ്രതിഷേധങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2022 പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് സ്ത്രീകളുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വലിയ സമരങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതിനെ മുഴുവനും സേനയെ ഉപയോഗിച്ച് അടിച്ചമർത്തി ഇറാനിലെ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യുകയും സമരം ചെയ്യുകയും ചെയ്യുന്നവരെ അമേരിക്കയുടെ പിന്തുണയോടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പിന്തുണയോടെ രാഷ്ട്രവിരുദ്ധത ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് ജയിലിൽ അടയ്ക്കുന്നതാണ് ഇറാനിലെ രീതി. ഇറാനിലെ അധികാര പദവിയിലിരിക്കുന്ന ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കുമിടയിൽ വലിയ ഗ്യാപ്പ് ഉണ്ട്. ഇതുമൂലം ഭരണ സംവിധാനങ്ങളിലെ അഴിമതി വെളിയിലെത്തുകയില്ല. സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള അവസരങ്ങളും ഇവിടെ ലഭിക്കുന്നില്ല. ജനങ്ങൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ ജലം പോലും നൽകുവാൻ ഭരണ സംവിധാനം ശ്രദ്ധ നൽകുന്നില്ല എന്ന സ്ഥിതിയിൽ സാമ്പത്തിക മാന്ദ്യവും പണപ്പെരുപ്പവും മൂലം ജനങ്ങൾ വളഞ്ഞു തുടങ്ങിയതോടെ ചെറിയ വ്യാപാര സംഘടനകളാണ് പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത്. സബ്സിഡികൾ ഇല്ലാതാവുകയും ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ചെയ്തത് ഭരണ സംവിധാനത്തിന്റെ സാമ്പത്തിക നയങ്ങളിലെ വീഴ്ചയാണ് എന്ന വിഷയം അവർ ഉന്നയിച്ചു. സാധാരണ ഇറാനിലെ പ്രതിഷേധങ്ങൾ ടെഹ്റാനിൽ മാത്രം ഒതുങ്ങിയിരുന്നു. എങ്കിൽ ഈ പ്രതിഷേധ സമരങ്ങൾ ടെഹ്റാന് പുറത്ത് ആയിരക്കണക്കിന് പ്രൊവിൻസുകളിലേക്ക് വ്യാപിച്ചു. ഒരു ദേശീയ പ്രക്ഷോഭമായി ഇത് മാറി. സാധാരണ പ്രക്ഷോഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ ഇല്ല. സാമൂഹിക രംഗത്തെ പല ആളുകളാണ് മുന്നിട്ട് ഇറങ്ങുന്നതും. തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൽപാദകരും വ്യാപാരികളും ഇതിന്റെ ഭാഗമാകുന്നു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളുകളും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇതിൽ ഓരോ വിഭാഗങ്ങളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നത് വിവിധ ആവശ്യങ്ങൾക്കായാണ്. ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധികളിൽ പരിഹാരമാണ് വേണ്ടത്, ചിലർക്ക് രാഷ്ട്രീയ മാറ്റമാണ് വേണ്ടത്, ചില ആളുകൾ അവകാശങ്ങൾക്കായി പോരാടുന്നു. എന്നാൽ ഇവിടെ എല്ലാവരും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത് നിലവിലെ ഭരണ നേതൃത്വത്തെയും രാഷ്ട്രീയ സംവിധാനത്തെയുമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് ഇറാനിലെ മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പരമാധികാരി. പ്രക്ഷോഭങ്ങളുടെ ഇടയിൽ ഈ നേതൃത്വം ഉദ്യോഗസ്ഥരെയും വിദേശ രാജ്യങ്ങളുടെ ഇടപെടലിനെയും കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഇറാനിലെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തീവ്രവാദികളാണെന്നും ശത്രു രാജ്യങ്ങളുടെ സ്പോൺസർമാരാണെന്നും ആണ് ഇവരുടെ വാദം. ഇറാനെ അസ്ഥിരപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെയും മറ്റു വിദേശ ശക്തികളുടെയും പ്രവർത്തനം ആണിതെന്നും പറയുന്നു. നിലവിലെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയാണ് ഭരണ നേതൃത്വത്തിന്റെ മുഖ്യ ലക്ഷ്യം. അതിനായി രാജ്യത്തെ ഇന്റർനെറ്റ് സംവിധാനം വിലക്കി. പ്രതിഷേധങ്ങൾക്കെതിരെ സൈനിക ശക്തിയെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും അറസ്റ്റ് ചെയ്ത് നീക്കിയവരിൽ നിന്ന് കുറ്റമേറ്റു പറയുന്ന രീതിയിലുള്ള വീഡിയോ റെക്കോർഡ് ചെയ്ത് സർക്കാരിന്റെ ദേശീയ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തു. പുറത്തുനിന്നുള്ള പ്രേരണ മൂലമാണ് പ്രതിഷേധിച്ചതെന്നും അതുമൂലമുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്നുവെന്നുമാണ് ഈ വീഡിയോ റെക്കോർഡിങ്ങുകളിൽ ഉള്ളത്. പലർക്കും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇറാനിൽ ഇപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കും പങ്കുണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇറാന്റെ ആണവായുധ പദ്ധതി മൂലം അമേരിക്ക ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തിയിരുന്നു.
എന്നാൽ ജനങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങിയതിനു പിന്നിൽ അമേരിക്കയ്ക്ക് നേരിട്ടൊരു പങ്കുണ്ടെന്ന് പറയാനാവില്ല. പ്രക്ഷോഭങ്ങൾ ശക്തമായതോടെ ആശയവിനിമയം പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി ഇറാൻ ഭരണകൂടം വിലക്കി. എങ്കിൽ തന്നെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കണക്ഷൻ ഉള്ളവർക്ക് ഈ സമയം ആശയവിനിമയം നടത്തുവാൻ കഴിഞ്ഞു. പൗരന്മാരുടെ ആശയവിനിമയത്തിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള വലിയൊരു കൈകടത്തലായി ഇത് മാറി. അവസ്ഥ കൂടുതൽ വഷളായതോടെ ഇറാന്റെ വ്യോമപാത തന്നെ അടച്ചു. ഇതോടെ ഇറാന് പുറത്തേക്ക് പോകുവാനും ആളുകൾക്ക് കഴിയാതെ വന്നു. ഇറാനിൽ ഉണ്ടായിരുന്ന പല ഇന്ത്യക്കാർക്കും ഇതോടെ ഇറാന് പുറത്തെത്തുവാൻ കഴിയാതെ വന്നു. എന്നാൽ അത് ഏറെ നേരം അങ്ങനെ തുടരുവാൻ കഴിയാഞ്ഞതുകൊണ്ട് വ്യോമപാത തുറന്നു നൽകേണ്ടി വന്നു. ഇറാനിലെ പ്രക്ഷുബ്ധ സാഹചര്യവും ആശയവിനിമയ നിയന്ത്രണവും കണക്കിലെടുത്ത് പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ പ്രധാനമായും വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളുമാണ്. ഇറാനിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഇന്ത്യൻ പൗരന്മാരോട് യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ വിടുവാൻ ഇന്ത്യ നിർദ്ദേശിച്ചു. 2025 ഇറാനിൽ സംഘർഷമുണ്ടായ സമയത്ത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ ഇവാക്വേഷൻ നടത്തിയിരുന്നു. ഇറാനിൽ ജനങ്ങൾ അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ദുരിതങ്ങൾ മൂലം തുടങ്ങിയ പ്രതിഷേധം അറസ്റ്റുകളിലേക്കും അടിച്ചമർത്തലുകളിലേക്കും എത്തി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ മരിച്ചതായി കണക്കുണ്ട്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 5000 പേരോളം ഈ പ്രതിഷേധങ്ങൾക്കിടെ മരിച്ചു. ഭരണകൂടം ജനങ്ങളുടെ പ്രശ്നങ്ങളെ ശരിയായി അഡ്രസ് ചെയ്ത് പരിഹാരം നൽകുകയാണ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനം ചുമത്തി പ്രതിഷേധക്കാരെ ശിക്ഷിക്കുകയും സാധാരണ ജനങ്ങളുടെ ആശയവിനിമയ മാർഗങ്ങളും വാർത്തകൾ അറിയാനുള്ള അവസരവും ഇല്ലാതാക്കുകയാണ് ഭരണകൂടം. ഒരു ശുഭപ്രതീക്ഷയിലാണ് ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അത് ദുരിതങ്ങൾക്കുമേൽ നിയന്ത്രണങ്ങൾ ആയി തീർന്നിരിക്കുകയാണ്. അടിച്ചമർത്തലുകളുടെ നടുവിലാണ് ഇപ്പോൾ ഇറാനിലെ ജനങ്ങൾ. ഇറാനിൽ ഇനി എന്ത് സംഭവിക്കുന്നത് പ്രവചനാതീതമാണ്. ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം.